രാജ്യത്തെ സൈബർ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ ഇതാ പുറത്തുവരുന്നു. 2021 മുതൽ 2024 വരെ, അതായത് ഇക്കഴിഞ്ഞ 3 വർഷം 14,570 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നടന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക്. രാജ്യത്താകെ 2,16,00,000 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് കണക്കിൽ പറയുന്നത്. PR സുനിൽ നമുക്കൊപ്പം എത്തുന്നു ദില്ലിയിൽ നിന്ന്. PR സുനിൽ, ഹാപ്പി ന്യൂ ഇയർ. സൈബർ ലോകത്തെ തട്ടിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പക്ഷേ ഒട്ടും ഹാപ്പിയാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു കണക്കല്ലേ നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നു വീഴുന്നത് സുനിൽ? സുജിയ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർഷിക റിപ്പോർട്ടിലാണ് സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന ഈ കണക്കുകളുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യത്ത് സൈബർ തട്ടിപ്പുകാർ സാധാരണ മനുഷ്യരിൽ നിന്ന് തട്ടിയെടുത്തത് 14,570 കോടി രൂപയാണെന്നാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ വർഷവും സൈബർ തട്ടിപ്പുകളുടെ എണ്ണം കൂടി വരുന്നു. ഇത് സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം നോക്കിയാൽ 21.6 മില്യനാണ്. അതായത് 2.16 കോടി കേസുകളാണ് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ തട്ടിപ്പുകളിലൂടെ 14,570 കോടി രൂപയാണ് സൈബർ തട്ടിപ്പുകാർ ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, വീട്ടമ്മമാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ, ഇത്തരക്കാരാണ് തട്ടിപ്പുകളിൽ അകപ്പെട്ടിരിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, കേന്ദ്ര സർക്കാരും പോലീസും ഒക്കെ തന്നെ ഈ സൈബർ തട്ടിപ്പുകളുടെ കാര്യത്തിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ ആ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ പലരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഓരോ വർഷവും ഈ തട്ടിപ്പ് സംബന്ധിച്ച കേസുകളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വർഷം മാത്രം ഏതാണ്ട് 11,29,519 കേസുകൾ അധികമായി ഈ സൈബർ തട്ടിപ്പുകളുടെ കാര്യത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഗൂഗിൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ തട്ടിപ്പുകാരെ കണ്ടെത്താനും ഇവരെ നിരീക്ഷിക്കാനും ഒക്കെ തന്നെ ഗൂഗിളുമായൊക്കെ തന്നെ ചേർന്ന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോഴും ഈ തട്ടിപ്പുകാർ സാധാരണക്കാരെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഏതായാലും ഈ കണക്കുകൾ നോക്കുമ്പോൾ തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു കണക്ക് സംഖ്യ തന്നെയാണ്. 14,570 കോടി രൂപ ആണ് ഈ സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി സൈബർ തട്ടിപ്പുകാർ സാധാരണക്കാരിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത്. ഓക്കെ, സൈബർ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കണക്കാണ് PR സുനിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. PR സുനിൽ, ഈ 14,570 കോടി സൈബർ ലോകത്ത് നിന്ന് വിവിധ തരത്തിൽ പ്രാങ്ക് കോളുകളുമായും അങ്ങനെയൊക്കെയുള്ള പല സന്ദേശങ്ങളും വരുന്നതിന്റെ അലേർട്ടുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അങ്ങനെ നിങ്ങൾ തട്ടിപ്പിൽ വീഴരുത്, ഡിജിറ്റൽ തട്ടിപ്പുകൾ, പേയ്മെന്റ് തട്ടിപ്പുകൾ, പലതരം തട്ടിപ്പ്. ഈ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇരയാകുന്നു എന്നുള്ളത് നമ്മൾ നടത്തുന്ന ഒരു അന്വേഷണത്തിൽ നേരത്തെ ബോധ്യപ്പെട്ടതാണ്. അതായത് കേരളത്തിലും ഇതിന്റെ വേരുകളുണ്ട്. കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾ, കേരളത്തിൽ തന്നെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾ, അങ്ങനെ നമ്മുടെ സംസ്ഥാനം, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും എത്രമാത്രം ഈ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നുണ്ട് എന്നുള്ള ഒരു സ്പ്ലിറ്റപ്പ് ഈ കണക്കിലുണ്ടോ? സുജിയ, സംസ്ഥാനങ്ങൾ വേർതിരിച്ചുള്ള കണക്കുകൾ ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരുപാട് പേജുകളുള്ള റിപ്പോർട്ടാണ്. ഏതായാലും കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നതാണ് ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള കോളുകൾ വരാറുണ്ട്. ലോട്ടറി അടിച്ചു, നിങ്ങൾക്ക് 1 കോടി രൂപ ഇപ്പോൾ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോളുകൾ വരാറുണ്ട്. പലപ്പോഴും ഇത്തരം ഫോൺ കോളുകളിൽ പെട്ട് ആളുകൾ അതിൽ വീണുപോവുകയും അത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഇതൊരു മുന്നറിയിപ്പാണ്, വലിയ മുന്നറിയിപ്പാണ്. തീർച്ചയായും ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കൂടുതൽ സജീവമാകുന്ന ഈ കാലത്ത് കൂടുതൽ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം എന്നതിൻ്റെ വലിയ മുന്നറിയിപ്പ് തന്നെയാണ് ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കണക്കുകളൊക്കെ നമുക്ക് അല്പസമയത്തിനകം നൽകാം. ഏതായാലും 14,570 കോടി രൂപ ഈ സൈബർ തട്ടിപ്പുകാർ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ കണക്കുകൾ തീർച്ചയായും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ജാഗ്രതയോടെ മുന്നോട്ട് തീർച്ചയായും കൂടുതൽ ജാഗ്രതയോടെ ഈ പുതുവർഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു റെസൊല്യൂഷനും എടുക്കാം. PR സുനിൽ ഇപ്പോൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്ര വലിയൊരു തട്ടിപ്പിന് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇരയായിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മളെ പറ്റിക്കാൻ നമ്മൾ ഒരാളെയും അനുവദിക്കില്ല എന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ മതി. ഓരോ കോളും, ഇതുപോലെയുള്ള ഓരോ തട്ടിപ്പിന്റെ രീതികളും നമ്മളത് കൃത്യമായി മനസ്സിലാക്കുക. അങ്ങനെയുള്ള തട്ടിപ്പിന് നമ്മൾ പോയി ആ കുഴിയിലേക്ക് വീടില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. ആ ഒരു റെസൊല്യൂഷൻ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു